എല്ലാവർക്കും നമസ്കാരം. ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ഒരു ദിവസം ചില നക്ഷത്രക്കാർ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല തീർച്ച, മറിച്ച് വലിയ നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടാം. കാരണം 2025 ആദ്യത്തെ ചന്ദ്രഗ്രഹണം മാർച്ച് 14 നടക്കാൻ പോവുകയാണ്. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്ന അന്നേ ദിവസം കേതുവും ചന്ദ്രനും കന്നി രാശിയിൽ ഒന്നിക്കുകയും കൂടെ ചെയ്യുന്നു. നിലവിൽ കേതു കന്നി രാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ചന്ദ്രനും കൂടെ കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മാർച്ച് 14 വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു ഗ്രഹമാറ്റം നിസ്സാരമായി തള്ളിക്കളയാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു ദിവസം, അതായത് മാർച്ച് 14 ചന്ദ്രഗ്രഹണം നടക്കുന്ന ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും അടയാളമായി കണക്കാക്കുന്നു. പക്ഷേ അതിൻ്റെ ഒപ്പം അന്നേ ദിവസം, അതായത് മാർച്ച് 14 പാപഗ്രഹമായ കേതുവും കൂടെ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന കന്നി രാശിയിലേക്ക് എത്തും. അതും ചന്ദ്രഗ്രഹണ ദിവസം ഒത്തുചേരുന്നതിനാൽ അന്നേ ദിവസം ഈ രാശികളിൽ ജനിച്ചവർക്ക് ദോഷം കുറച്ച് കടുക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരും എന്നുള്ളതിനാൽ പല കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ട് പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ചന്ദ്രഗ്രഹണ ദിവസം ഏതെല്ലാം രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് വിശദമായി നോക്കാം. ശത്രുദോഷം, സാമ്പത്തിക പ്രതിസന്ധി, മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാരണങ്ങളാൽ വലയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ പേര് നാളുമൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. ആദ്യമായി ചിങ്ങൻ രാശിയാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം. ചന്ദ്രഗ്രഹണ ദിവസം എല്ലാ രാശിക്കാർക്കും ദോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിങ്ങൻ രാശിക്കാർക്ക് കുറച്ചധികം ദോഷഫലങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് ചിങ്ങൻ രാശിയിൽ നിന്നാണ് ചന്ദ്രൻ കന്നിയിലേക്ക് പ്രവേശിക്കുന്നത്, അതും വളരെ വേഗത്തിൽ. 2 ദിവസം കൊണ്ട് രാശി മാറുന്ന ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ. അതിനാൽ ചന്ദ്രഗ്രഹണത്തിൻ്റെ ആദ്യഘട്ടം ചിങ്ങൻ രാശിയിൽ നിന്നും ആരംഭിക്കുന്നു. അതിനാൽ ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് ദോഷങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, അന്നേ ദിവസം നിങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വളരെ ജാഗ്രതയോടുകൂടി അതിൽ ഇടപെടുന്നതും നന്നായിരിക്കും. വിചാരിച്ച രീതിയിൽ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ ഇവർക്ക് ഉണ്ടായേക്കാം. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഇവർ നേരിടേണ്ടി വരും. പണം കൈകാര്യം ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അന്നത്തെ ദിവസം ശ്രദ്ധാപൂർവം നടത്തുക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം നടത്താതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്, അതായത് മാർച്ച് 14 ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളിൽ പെടാതെ രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തത് കന്നി രാശിയാണ്. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിയിൽ ചന്ദ്രൻ പ്രവേശിക്കുന്നതോടു കൂടിയാണ് കേതുവുമായി ചന്ദ്രൻ ഒരേ രാശിയിൽ ഒന്നിക്കുന്നത്. അതിനാൽ കന്നി രാശിക്കാർക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണ് ഈ മാർച്ച് 14 ചന്ദ്രഗ്രഹണ ദിവസം. കുറച്ചധികം വളരെ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ദിവസം കൂടിയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അന്നത്തെ ദിവസം പണ ഇടപാടുകൾ നടത്താതിരിക്കുക എന്ന് തന്നെ പറയാം. ഈ ഒരു ചന്ദ്രഗ്രഹണ ദിവസം നിങ്ങൾക്ക് മോശ ദിവസം കൂടെ ആയതിനാൽ, അതായത് കന്നി രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര 3 നക്ഷത്രക്കാർക്ക് ദോഷഫലമായി കാണുന്നതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കുന്നത് വളരെ നല്ലതാണ്. അനാവശ്യ കാര്യങ്ങൾക്കായി പണം ചിലവാക്കാതിരിക്കാൻ ശ്രമിക്കുക. കുടുംബ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. പങ്കാളിയോട് ദേഷ്യം കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അന്നേ ദിവസം നിങ്ങൾ പ്രയോഗിക്കുന്ന വാക്കുകളും നിങ്ങളുടെ പെരുമാറ്റങ്ങളും ശ്രദ്ധാപൂർവം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ശ്രദ്ധിച്ച് അന്നത്തെ ദിവസം മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് വൃശ്ചികൻ രാശിയാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികൻ രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ രീതിയിലുള്ള ദോഷങ്ങളും കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മാർച്ച് 14. വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നേരിടാൻ സാധ്യത വളരെ കൂടുതലാണ്.
തൊഴിൽ മേഖലയിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സഹപ്രവർത്തകരായിട്ടും മേലുദ്യോഗസ്ഥരുമായിട്ടും നല്ല രീതിയിൽ അന്നത്തെ ദിവസം നല്ലൊരു സ്നേഹബന്ധത്തിൽ പോകാൻ ശ്രമിക്കുക. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അന്നേ ദിവസം നിങ്ങളുടെ പ്രവൃത്തിയും വാക്കുകളും നല്ല രീതിയിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതുമൂലം വലിയ രീതിയിലുള്ള നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. കഷ്ടപ്പെട്ടതിനനുസരിച്ചുള്ളൊരു ശരിയായ രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് അന്നത്തെ ദിവസം ലഭിക്കണമെന്നില്ല. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ അന്നത്തെ ദിവസം വലിയ രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അന്നത്തെ ദിവസം സാമ്പത്തിക ഇടപാടുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ദിവസമാണ്. അനിഴം, വിശാഖം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാരും, അതായത് ഈ വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 3 നക്ഷത്രക്കാർ വലിയ രീതിയിലൊന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് മാർച്ച് 14. അന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വരാതെ നിങ്ങൾക്ക് ആ ദിവസം കടന്നു പോകാൻ സാധിക്കും. അടുത്തത് മകരൻ രാശിയാണ്. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ 3 നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ രീതിയിൽ ചില ദോഷഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മാർച്ച് 14 കാണുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും. അതിനാൽ അന്നത്തെ ദിവസം എന്ത് വലിയ കാര്യമാണെങ്കിലും അതിൽ ഇറങ്ങിത്തിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക പ്രയാസങ്ങൾ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കും. അയൽക്കാരുമായി എന്തെങ്കിലും വിധത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് നിയമപരമായ രീതിയിലും ഭാവിയിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന രീതിയിലുമൊക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ അന്നത്തെ ദിവസം വളരെ സൗമ്യമായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. പങ്കാളിയിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും അന്നത്തെ ദിവസം ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ്. അതിനാൽ കുടുംബപരമായും സമൂഹത്തിൽ ഇടപഴകുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അതുമൂലം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അന്നത്തെ ദിവസം, അതായത് മാർച്ച് 14 ചന്ദ്രഗ്രഹണം നടക്കുന്ന ദിവസം അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഈ പറഞ്ഞിരിക്കുന്ന 4 രാശികളിലായി ജനിച്ച നക്ഷത്രക്കാർ മാർച്ച് 14 എന്ന ദിവസം, അതായത് ചന്ദ്രഗ്രഹണ ദിവസം വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അന്നേ ദിവസം സാമ്പത്തിക ഇടപാടുകൾ ഇറങ്ങിത്തിരിക്കാതെയും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കാൻ ശ്രമിക്കുന്നത് വളരെ അനുകൂലമാണ്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരും. ഈ 4 രാശിക്കാരും ഒന്ന് വളരെയധികം ശ്രദ്ധിച്ച് മാർച്ച് 14 ദിവസം തള്ളി നീക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു രാശി മാറ്റവുമായി കാണും വരെ നന്ദി, നമസ്കാരം.